Hi friends, welcome back to Road to Media Easy Recipes. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളും പിന്നെ 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേകാനായിട്ട്. നമുക്കിനി അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അരപ്പിനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. കുറച്ച് തേങ്ങയും കൂടി ഇടാം. പിന്നെ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, 3-4 കുഞ്ഞുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ട് ഇത് അരച്ചെടുക്കാം. പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തൈരെടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മതിയാവും. പുളിയില്ലാന്നുണ്ടെങ്കിൽ കുറച്ചേറെ എടുക്കണം. ഇത് പിന്നെ ഒരു ബൗള് തൈര് എടുത്തിട്ടുണ്ട്. പുളി കുറവുള്ള തൈരാണ്. നമുക്ക് കറിക്ക് താളിക്കാനായിട്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, വറ്റൽമുളകുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കടുകും കുഞ്ഞുള്ളി. നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനേ പാടുള്ളൂ. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയാവും. തിളയ്ക്കാൻ പാടില്ല. നമുക്കിതിലേക്ക് ഒരു ചെറിയ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതങ്ങ് ഓഫ് ചെയ്യാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി, പിന്നെ ഇഞ്ചി, താളിക്കുമ്പോൾ പൈനാപ്പിൾ കറിയിൽ നമ്മൾ ഇഞ്ചി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കടുക് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നല്ല മധുരം ഉണ്ടായിരിക്കും. എല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളുമാണ്, നല്ല ടേസ്റ്റുമാണ്. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.